ബാക്കിയുള്ള എല്ലാമാരും ക്ലാസ് ചെയ്ത് കിടക്കണം, നീ മാത്രം നീ കിടക്കണേ. എടാ നമ്മുടെ സാറില്ലേ അങ്ങനെയൊക്കെ മിസ്ലാനോട് ചുറ്റിയാണ് ഞാൻ കണ്ട്. ഇതിന്റെ സംഭവം പുള്ളിനെ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഇതിന് വല്ല ബ്ലാക്ക് മാജിക് അങ്ങനെ എന്തെങ്കിലും? അതെ, അങ്ങേരെ ചീത്ത പറഞ്ഞു. അന്ന് അങ്ങേക്ക് 2 കോള് ആദ്യം അതിൽ കട്ടാക്കി, കട്ടാക്കിയപ്പോ ഞാൻ അങ്ങനെ പോയി ഫോട്ടോ. എന്ത് ഫോട്ടോ? കുറെ ലാബും പിന്നെ ആസിഡ്സും അങ്ങനെ കുറെ ഫോട്ടോ. ആ ഫോട്ടോയിലും കണ്ടോ അതൊക്കെ എങ്ങനെ എടുക്കണം? എന്തായാലും മനസ്സിലാവുള്ളത്. എന്തായാലും ലാബായിട്ട് കണക്ട് ആയിട്ടുള്ള പരിപാടിയാണ്. എടാ അതെ, എനിക്കറിയണ ഒരാളുണ്ട്, അത്യാവശ്യം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണ്ട. പുള്ളിയുടെ അടുത്ത് പോയി എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് എന്തായാലും വൈകുന്നേരം ആവട്ടെ, നാളേക്ക് സ്വാമി ചരിത്രവും കെമിസ്ട്രിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്നല്ലേ? സ്വാമി ഫോട്ടോനെ പറ്റിയല്ലോ. കേരളത്തിലെ പല പ്രദേശങ്ങളിലായിട്ട് ചില പർട്ടിക്കുലർ കുടുംബക്കാർ ഇവർ ഈ വെച്ചാരാധന എന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്ന ചില സംഭവങ്ങൾ പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചിലർക്കെങ്കിലും ഇതിങ്ങനെ ഫോളോ ചെയ്തിരുന്നവർക്കൊരു പ്രസൻസ് ഫീൽ ചെയ്തതായിട്ട് പലയിടത്തും രേഖകളുണ്ട്. അത് എന്താണെന്ന് അവർക്കും അറിയില്ല, പക്ഷെ അവരൊക്കെ എന്തോ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രസൻസിൻ്റെ ഫീലിംഗ്, ഒരു എൻറ്റിറ്റി ഒക്കെ പോലെ, അത് കാരണം ഇവർക്ക് പല രീതിയിലുള്ള മെച്ചങ്ങളുണ്ടായിട്ടുണ്ട്. ധനലാഭമാവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ശത്രുക്കൾക്ക് ചില അപകടങ്ങൾ പറ്റുക, നശിച്ചു പോവുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ പവർ എന്നുള്ളൊരു സാധനം ഏതൊരു മനുഷ്യനെയും കറപ്റ്റ് ചെയ്യുന്നത് പോലെ ഇവർ ഇതിനെ ഓവർ യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ പ്രസൻസ് നേരെ ഇവർക്കെതിരെ തിരിഞ്ഞു. അതിൻ്റെ റിപ്പർക്കഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ കുടുംബങ്ങളിൽ അസാധാരണമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ചില വൈകൃതങ്ങൾ ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചു. അതൊരു ഘട്ടം കടന്നു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഇതിനെ ഒരു എന്താ പറയുക നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചില കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളനുസരിച്ച്. പക്ഷേ ഈ കുടുംബക്കാരുടെ പിൻതലമുറക്കാർ ഇപ്പോൾ ജീവിക്കുന്നവരിൽ ചിലരെങ്കിലും ഈ പറയുന്ന എക്സ്പെരിമെൻറ്റുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഒരു മോഡേൺ സയൻസിൻ്റെ ഉപയോഗത്തോടു കൂടി അവർ പിന്നെയും ചില ആ പ്രസൻസിൻ്റെ ഒരു ശക്തി പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് അവരെ സഹായിക്കുന്ന ഏറ്റവും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സംഭവമൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഉള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് എവിടെയോ ഉണ്ട്. യെസ്, ഗ്ലാൻസ് എന്നാണ് അതിൻ്റെ പേര്. അതൊക്കെ സത്യമാണോ? അതല്ലടാ, പേര് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. ആര്? എടാ മാധു. എടാ അവള് എപ്പോഴും സംസാരിച്ചപ്പോൾ ഗ്ലാൻസ് ഉള്ള പേര് പറയണ്ടേ. എടാ നീ എന്താ വിളിച്ചേ? നീ എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ഗ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ആ ഉണ്ടല്ലോ, എന്തി? അതൊരു സംഭവം. എടാ ഈ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷനൊന്നുമല്ല.
പക്ഷേ ഈ സയൻസിലെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറയുന്നൊരു അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, കുറേ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങൾ. അതിനകത്ത് സയൻസിൻ്റെ പണ്ടത്തെ ചരിത്രവും ഇപ്പോഴത്തെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു പോർഷൻ. അതിലെവിടെയോ സാറ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അന്നാണ് ഞാനിത് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഏത് സാറാ എടുത്തേ? നിങ്ങളുടെ സാറ്? ഞങ്ങളുടെ സാറാ? പുള്ളി എന്നാ നിങ്ങൾക്ക് എടുക്കണേ? എടാ ഞാൻ പറഞ്ഞില്ല ഇതിൽ ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് ഹിസ്റ്ററി പഠിപ്പിക്കണതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഈ സാധനം ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാ. ഡാ ഡാ ഒന്നുമില്ല, നീ പൊക്കോ. കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരുടെ വിശ്വാസങ്ങളനുസരിച്ച്. പക്ഷേ ഈ സയൻസിലെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറയുന്നൊരു അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, കുറേ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളും.